ഞാനിപ്പോൾ പറഞ്ഞ അതിന് ഇടക്കിടക്ക് വന്ന് നേരെ പൂത്താരപ്പം നിങ്ങളിപ്പോൾ എത്തുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ യാസീനോദി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന സിറാജുദ്ദീനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കാരണം അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ഭാര്യയെ വീട്ടിൽ വെച്ച് പ്രസവിപ്പിക്കുകയും പ്രസവാനന്തരം അദ്ദേഹത്തിന്റെ ഭാര്യ ശ്വാസം മുട്ടും ബ്ലീഡിങ്ങും ഉണ്ടായിട്ട് മരിക്കുകയും ചെയ്തു. ഈ സമയത്ത് അദ്ദേഹം ജയിലിലാവുകയും ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജാമ്യമൊക്കെ എടുത്ത് ഇറങ്ങി രണ്ടാമത് പണി തുടങ്ങിയിരിക്കുകയാണ്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാതെ വയ്യ. കാരണം ഇദ്ദേഹം മടവൂരിന്റെ കറാമത്ത് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എവിടെയാണോ മടവൂരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കറാമത്ത് അനുഭവിച്ചിട്ടുള്ളത് അവിടേക്ക് കെട്ടും മറാപ്പും എടുത്തു പോയിട്ട് അത് റെക്കോർഡ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള തൊഴില് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന സിറാജുദ്ദീൻ. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുന്ന സമയത്ത് മടവൂര് ഒരു തരി സഹായിച്ചില്ല എന്നുള്ളതാ. എന്നാൽ മടവൂരിനെ സംബന്ധിച്ചിടത്തോളം മടവൂരിന് എന്താ അറിയാം, ഈ ഭാര്യ പ്രസവത്തോടു കൂടി മരിക്കുന്ന അറിയാം. പക്ഷെ എന്ത് ചെയ്തില്ല, ചതിച്ചു. ഒരു രക്ഷയില്ല, സിറാജുദ്ദീനെ അപ്പാടെ ചതിച്ചു. മടവൂരിനെ സംബന്ധിച്ചിടത്തോളം മടവൂരിനെ ആ ഒരു പെണ്ണിന് ബ്ലീഡിങ് വരുന്ന സമയത്ത് ബ്ലീഡിങ് ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവില്ല. അല്ല, ശ്വാസം മുട്ടാണെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ട് ഇനി വേണ്ട, ശ്വാസം മുട്ടുണ്ടാവില്ല. പക്ഷെ മടവൂര് ഒരക്ഷരം മിണ്ടിയില്ല. മടവൂര് സിറാജുദ്ദീനെ ചതിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മടവൂരിന്റെ കഴിവ് എന്താന്നുള്ളത് പകര പറയുന്നതൊന്ന് കേൾക്കാം. ചെറുപ്പക്കാരൻ ഷെയ്ഖുനാനോട് മഹബത്തുള്ള ചെറുപ്പക്കാരായി പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോ മറന്നുപോയത്. അദ്ദേഹം സൗദിയിൽ പോയി, ഷെയ്ഖുനാന്റെ സമപ്രകാരം പോയതാ. അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി. അവിടെ ഒരു തെറ്റു ചെയ്യാതെ എന്തോ ഒരു കുറ്റാളവിൽ ആരോപിച്ച് അയാൾ ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ കിടന്ന് സി എമ്മിനെ വിളിച്ച് കരാൻ തുടങ്ങി. എന്നെ ഇതിനങ്ങോട്ട് പറഞ്ഞയച്ചത്, എനിക്ക് നാടന്റെ പോരേനോ, എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടണ്ടീനോ ഒക്കെ ഷെയ്ഖുനാനോടാ പറയും. ഷെയ്ഖുനാന്റെ സമപ്രകാരം പോകുന്നതല്ലേ, എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞാക്കണ്ടീനോ, ഷെയ്ഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാൻ ഒക്കെ പറയാ ഷെയ്ഖുനാനോട്. ഷെയ്ഖുന പറഞ്ഞയച്ചല്ലേ. ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്കുക, ഹജ്ജിന്റെ ടൈമാ. അങ്ങനെ അയാൾ കരഞ്ഞു കൊടുക്കുമ്പോ ജയിലിന്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് ഉള്ളിൽ കയറി സലാം പറഞ്ഞെത്തിയപ്പോ ഷെയ്ഖുന ജയിലിലെത്തിന്. നീ കരയുന്ന കേട്ട് വന്നാ ഞാൻ ഹജ്ജിന് വന്നതാ, വാ ഞാൻ കൈ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദിയിൽ, എനിക്ക് അറിഞ്ഞോട് അവിടെ ആക്കി കൊടുത്തു. ഇദ്ദേഹം നാട്ടിൽ വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു, ഇതൊക്കെ തലച്ചോറ് ലേശെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ച് പറയണതാണ്, വേറൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഷെയ്ഖുനാനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കേട്ടല്ലോ, അദ്ദേഹം ഈ കേരളത്തിലുള്ള ഷെയ്ഖുന എന്ത് ചെയ്യാണ്, സൗദി അറേബ്യക്ക് പോവാണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം ഇത് സ്വൈരമില്ല, വിളിക്കന്നെ അങ്ങനെ പോയി രക്ഷപ്പെടുത്താൻ ഇറക്കി പോകുന്ന മനുഷ്യനാണ് ഷെയ്ഖുന. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്താണോ ചെയ്യാൻ വിചാരിക്കുക അത് ചെയ്യാൻ കഴിയും. കാരണം ലോകം അയാളാണ് നിയന്ത്രിക്കുന്നത്. ഭ്രാന്തായി മരിച്ചുപോയ അയാൾക്ക് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയണത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് എന്തേ സിറാജുദ്ദീന്റെ കാര്യത്തിൽ പറയുന്നത്, അവിടെ പോയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ജാമ്യം കൂടി എടുക്കാതെ മൂപ്പരെന്ത് ചെയ്തു, ചാവി എടുത്തു പോയി തുറന്നിട്ട് ഇറക്കി കൊണ്ടുവന്നു. ഇവിടെ ഈ സിറാജുദ്ദീൻ കേരളത്തിൽ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോരാ. എന്നിട്ട് പോലും എന്ത് ചെയ്തില്ല, ഈ പറയുന്ന മടവൂർ അവിടെ എത്തിയില്ല എന്നുള്ള. എന്തുകൊണ്ട് മടവൂരിന് എന്തുകൊണ്ട് കഴിവുണ്ടായില്ല? ഈ മടവൂർ കാഫില നടത്തുന്ന സിറാജുദ്ദീന്റെ കാര്യത്തിൽ പോലും ഇടപെടാൻ മടവൂരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് മടവൂരിന്റെ മാലയും ഓതി ആ മാലപ്പാട്ടും പാടി വീട്ടിലിരിക്കുന്ന ഖുറാഫത്ത് ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ ദീനുമായിട്ട് ഇവരുടെ ദീന് യാതൊരു ബന്ധവും ഇല്ല എന്ന്. എന്നാൽ നമ്മൾ മടവൂരിൻ്റെ അടുത്ത് പോകാം. എന്തുണ്ടെങ്കിലും ഞാൻ മുപ്പടുത്ത് പോയിട്ടാണ് വിവരം പറയല്. അങ്ങനെ മടവൂരിന്റെ അടുത്തേക്ക് പോയി എന്ന് പറയുന്ന ഈ വ്യക്തിന്റെ ബന്ധു വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നം പറയാൻ വേണ്ടി വന്നതാ. അങ്ങനെ മടവൂര് അദ്ദേഹത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണുണ്ടോ. പക്ഷെ ഈ മടവൂരിനെ സംബന്ധിച്ചിടത്തോളം മടവൂര് പരമ ചറ്റത്ര കാട്ടിയത്, സിറാജുദ്ദീനോട് അത് പാടില്ലേ. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവ വേദന സഹിച്ച് അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, ബ്ലീഡിങ്ങും ശ്വാസം മുട്ടും ഒക്കെ കൂടി വന്നിട്ട് ആകെ ബുദ്ധിമുട്ടുന്ന നേരത്ത് സിറാജുദ്ദീൻ അപാര തൊലിക്കട്ടിയുമായിട്ട് നോക്കി നിൽക്കുക, അപ്പുറത്ത് മടവൂരും നോക്കി നിൽക്കുക. ഒരു രക്ഷയില്ല, രണ്ടാളും കൂടിയിട്ടാണ് എന്ത് ചെയ്ത് ആ പാവം പെണ്ണിനെ അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ച് മരിപ്പിച്ചു. എന്നിട്ടും തീരാതെ ഇനിയും മടവൂരിന്റെ ഖുറാഫത്തും പറഞ്ഞ് നടക്കണാര്, ഈ സിറാജുദ്ദീൻ. ഓരൊക്കെ തല്ലാൻ ആളിലേറ്റല്ലേ.
ഇവന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ആരെ കാര്യത്തിലാണ് മടവൂർ ഇടപെടുക എന്ന് പറയും. മടവൂരിന് അങ്ങനെ കഴിവുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ഖുറാഫത്തും കൊണ്ട് നടക്കുന്ന മടവൂരിന്റെ മാല പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അങ്ങനെ കഴിവ് മടവൂരിനുണ്ടായിരുന്നെങ്കിൽ മടവൂർ എന്തുകൊണ്ട് സിറാജിന്റെ കാര്യത്തിൽ ഇടപെട്ടില്ല? ചെന്നിട്ട് വിവരം പറഞ്ഞ ഉടനെ പറഞ്ഞു, നീ രണ്ടാമതൊരു വിവാഹം കഴിച്ചോ നിനക്ക് 2 വീടുണ്ടാവും എന്ന് പറഞ്ഞു. നീ രണ്ടാമതൊരു വിവാഹം കഴിച്ചോ നിനക്ക് 2 വീടുണ്ടാവും എന്ന് പറഞ്ഞു. ഷെയ്ഖുന പറഞ്ഞു. അത് കേട്ടാട് പറഞ്ഞ് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാണ്ട് പിന്നെ കഴിഞ്ഞാൽ പിന്നെ പോകാമെന്ന് പറയും. പിന്നൊന്നും പറയില്ല. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നതും ചെയ്ത്. ഇപ്പോൾ 2ാമത് കല്യാണം കഴിച്ചു. അതിൽ കുട്ടികളും മക്കളൊക്കെ ഉണ്ടായി. അൽഹംദുലില്ലാഹ് അതിൽപ്പെട്ട ഒരു ശിഷ്യൻ്റെ ഒരു മരുമകൻ്റെ പിയാപ്പളൻ്റെ ഉസ്താദാണ് ഇപ്പം നില മരിച്ച ആൾ. കോണോമ്പാറ സ്ഥലത്തിന് കോണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ മൂപ്പരെ സംബന്ധിച്ച് എനിക്കുള്ളത്. ഈ മോതിരത്തിൻ്റെ തന്നെ ഇപ്പോൾ ചില്ലാറല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും അത്. ഏതായാലും ഉസ്താദിന്റെ അനുഭവങ്ങളാണ്. കണ്ടില്ലേ, പ്രധാനപ്പെട്ട കാര്യം പറയും, പിന്നെ പോകാൻ പറയും. അപ്പൊ ഇത്രയും അനുഭവങ്ങളുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട് കേട്ടോ. സിറാജിന് മാത്രം ഒരു അനുഭവവും ഇല്ല. എന്നിട്ടും ഇവൻ എന്ത് ചെയ്യാണ്? കാപ്പിലിയും കെട്ടി നടക്കാണ്. ഇവന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് മടവൂർ ഇടപെട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരാണ് കിട്ടേണ്ടത്. ഇവൻ ആ പെണ്ണിനെയും കൊന്നിട്ട് ഇപ്പഴാണ് ഇറങ്ങിയിട്ടുള്ളൂ. 4 ദിവസമായിട്ടുള്ള ഇറങ്ങിയപ്പോ തന്നെ ഈ പരിപാടി പിന്നെയും തുടങ്ങിയെന്ന്. ചെന്നാണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതിനെ പറ്റി ഒരു പെഞ്ചല് പറയുന്നുണ്ട് അവിടെ. അപ്പൊ അടുത്തത് ഇയാളെ കുറിച്ചൊരു വ്യഭിചാരാരോപണം നടക്കുകയാണ് നാട്ടില്. അയാൾ നിൽക്കുന്ന പള്ളിയിൽ നിൽക്കുന്ന ആ മഹലിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ആരോപണം വരുന്നത്. അയാൾ ഏതോ വീട്ടിക്ക് മാപ്പിളാര് മകനും വാപ്പിയും ഗൾഫിലാണ്. ആ വീട്ടിക്ക് ഇയാള് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ അവിടുന്ന് ഉമ്മ പറഞ്ഞു, മരോളായിട്ട് ഞാൻ ചെറിയ പ്രശ്നമുണ്ട്, അത് നിങ്ങളൊന്ന് പറഞ്ഞ് തീർക്കണം, ഓര് വരുമ്പോ അതൊരു പ്രശ്നമാക്കണ്ടെന്ന് ഓളോട് പറഞ്ഞളീന്ന് പറഞ്ഞു. അപ്പൊ ഓളോട് പറഞ്ഞപ്പോ ഓളത് പിറ്റേന്ന് പീടിക്ക് സാധനം വാങ്ങാൻ പോയപ്പോ അവിടെ പറഞ്ഞു. അവിടുന്ന് അത് ആൾക്കാർ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, വലിയ പ്രശ്നമാക്കി മാറ്റി. രാത്രി 10 മണിക്ക് ശേഷം ഉസ്താദ് എന്ത് ചെയ്തു, ഇവളെ അടുത്തേക്ക് പോയി എന്നാക്കി. അങ്ങനെ വ്യഭിചാരാരോപണത്തിലേക്ക് പോയപ്പോ ഇയാൾ വിഷമത്തോടു കൂടി മടവൂരിന്റെ അടുത്തേക്ക് പോവാണ്. മടവൂർ എന്താ ചെയ്യണം നോക്കുക. കാരണം സിറാജുദ്ദീനെ ഇപ്പൊ എന്തായാലും ഒന്നും രക്ഷപ്പെടുത്തിയിട്ടില്ല. മടവൂരിന് ഇയാളെങ്കിലും രക്ഷപ്പെടുത്തുന്നത് നമുക്കൊന്ന് കാണാലോ. ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതിനെ പറ്റി ഒരു പെഞ്ചല് പറയുന്നുണ്ട് അവിടുന്ന്. ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി വിവരം പറഞ്ഞാണ്. ആ തള്ളെന്നെ പറഞ്ഞയച്ചതുമാണ്. എൻ്റെ കൂടെ വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് വല്ല വിഷമമുണ്ട്, എന്നെപ്പറ്റി എന്തൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന്. പറയുന്നവൻ അവിടെ പറയട്ടെ, നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു എന്നോട്. പറയുന്നവൻ അവിടെ പറയട്ടെ, നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ സങ്കടപ്പെട്ടു. എനിക്ക് വിഷമമുണ്ട്, എനിക്ക് അവിടെ മാറാൻ സമ്മതം തരണം എന്താണ് ഞാൻ സങ്കടം. അപ്പം 2ാമതിനോട് പറഞ്ഞു പാവം ഇടിവെട്ടിയാണ് പാമ്പടിച്ചാണ് മാതിരിയായി. ഇപ്പൊ ഏതായാലും വ്യഭിചാരാരോപണമൊക്കെ കേട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് അത് വിശദീകരിക്കണ നേരത്തെ ബാക്കിന്ന് ആരോ നുള്ളി. അപ്പൊ സൗണ്ട് കേട്ടില്ല, നിങ്ങൾ സൗണ്ട് ആകെ ഇടറി. പാവം നീ അവിടെ നിൽക്കുന്നു, പറയുന്നവൻ പറയട്ടെ, നീ അവിടെ നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദുന്യാവിലും ആഖിറത്തിലും ഒരു പറയുന്ന കാര്യത്തിൽ പേടി. ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് ദുന്യാവിലും ആഖിറത്തിലും അവർ പറയുന്ന കാര്യത്തിൽ പേടിയില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ദുന്യാവിലും മാത്രമല്ല പറഞ്ഞു, ദുന്യാവിലും ആഖിറത്തിലും എനിക്ക് പേടിയില്ല. അതുകൊണ്ട് എനിക്ക് മാറാൻ സമ്മതം തരണം എന്നാണ്. അപ്പനോട് പറഞ്ഞു, എന്നാൽ നീ മാറിക്കാളാം, നിനക്ക് വേറെ ജോലിയുണ്ട്. ഇത് ഉമ്മിന് വലിയ കറാമത്താട്ടോ. കാരണം എന്താ അറിയോ, മടവൂർ അയാളോട് പറഞ്ഞു മാറിക്കളാ, എനിക്ക് വേറെ ജോലിയുണ്ട്. ദുനിയാവിൽ വേറെ ഏതെങ്കിലും മനുഷ്യന്മാരിങ്ങനെ പള്ളിക്കുന്ന മാറിയങ്ങൾ കേട്ടുക്കണോ? കാരണം മടവൂർ പറഞ്ഞിട്ടില്ല. ഇവര് പഠനം കഴിഞ്ഞ് ഏത് പള്ളിക്കാണോ കയറുന്നത് ആ പള്ളിയിൽ മരിച്ചോളം നിൽക്കുക എല്ലാവരും. ഇയാള് മാത്രം മടവൂര് മാറാൻ പറഞ്ഞു. കുടുങ്ങിയില്ലേ, വിചാരാരോപണം വന്നില്ലേ, കുടുങ്ങി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, പോയി പറഞ്ഞു എനിക്കൊരു അനുമതി തരി, ഇജ്ജ് മാറണ്ടായിരുന്നു, എനിക്ക് അനുമതി തരി നിങ്ങള്. അന്ന് കാലിടിച്ചപ്പോ എന്ത് ചെയ്തു, എന്നാ ഇജ്ജ് മാറിക്കോ, അനക്ക് വേറെ ജോലി ഉണ്ട്, ബാക്കി കേൾക്കാൻ നമുക്ക്. ഇത് ബുധനാഴ്ച തോന്നുന്നുണ്ട് പറഞ്ഞത്. എന്നാൽ നീ മാറിക്കാളാ, നിനക്ക് വേറെ ജോലിയുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നാണ്ട് പിന്നെ വ്യാഴാഴ്ച രാവിലെ നാട്ടിലേക്ക് പോരാൻ ഇരിക്കാനുള്ള. അപ്പോൾ എൻ്റെ അഞ്ചനാന്ന് കാപ്പാടാളുള്ളത്. അപ്പോൾ ഓൻ അങ്ങോട്ട് നാട്ടിലേക്ക് വരേണ്ടിയാണ്. ഓൻ മദ്രസൊക്കെ വിട്ടുകൊണ്ടാണ്ട് ഇനി ഓൻ പട നാട്ടിലുണ്ട്. ഓൻ നേരെ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഇഞ്ചെന്താ ഇപ്പം നിങ്ങോട്ട് പോകുന്നത് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ എങ്ങനെയാണ് പോകുന്നതാണ്. അഞ്ചിപ്പോൾ വന്നേതായാലും നന്നായി, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ജോലിയിൽ നിന്ന് ഒഴിവായി പോകാനാണ് വിചാരിച്ചു. എന്തേന്ന് ചോദിച്ചോ. ഒന്നുമില്ല, വെറുതെ എന്തോട് നല്ല ആളുകൾ ചിലതിനെ പറ്റിയില്ല പഞ്ചല്ലുകളൊക്കെ പറഞ്ഞൊരു പ്രശ്നം സംഗതി ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം അങ്ങക്ക് പോരാണ് ഞാൻ. അത് അപ്പം എന്നോട് പറഞ്ഞ് എന്നാൽ വെച്ചാൽ വേറെ ഒരു ജോലി ഏൽക്കില്ല കേട്ടോ, എനിക്ക് വേറെ ജോലി ഉണ്ടാവും. എനിക്ക് വേറെ ഇവിടെ പറഞ്ഞു ചെയ്തല്ലോ മുമ്പ്, എനിക്ക് വേറെ ജോലിയുണ്ട്.
അപ്പം തന്നെ എന്ത് ചെയ്തു കാപ്പാടേക്ക് വന്നു. അപ്പോൾ കാപ്പാട് കാളി അവിടെ ഒരു മുദരിസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നെ അയാൾ അറിയും ചെയ്യും. ഇവൻ നേരെ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ജേട്ടൻ അവിടെ നിന്ന് ഇപ്പോൾ ജോലിക്ക് വന്ന സ്ഥലത്ത് നിന്ന് ഒഴിവാകുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ വേറെ ജോലി വേണമെന്ന്. ജേട്ടൻ ആ ജോലിയിൽ നിന്ന് ഇവിടെ ഒഴിവാകുന്നുണ്ടെങ്കിൽ വേറെ എവിടേക്കും പോകരുത്, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഓനെ നേരെ ഇങ്ങോട്ട് അത് പറഞ്ഞു. ഞാൻ അവിടുന്ന് സാധാരണ നാട്ടിലേക്ക് പോരുന്ന മാതിരി വ്യാഴാഴ്ച സാധാരണ നാട്ടിലേക്ക് പോരുന്ന മാതിരി ഇങ്ങോട്ട് വന്ന് വെള്ളിയാഴ്ച ഈ വിവരം കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് കാളിയാർ വെള്ളിയാഴ്ച രാവിലെ തന്നെ ആളയച്ച് ശനിയാഴ്ച സാധാരണ പോലെ വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോൾ തന്നെ വെള്ളിയാഴ്ച ജുമായപ്പോൾ തന്നെ ഇവിടെ വന്ന് കൊണ്ടുപോയി. മടവൂര് ചോറുന്നപ്പോ ഉരുട്ടിയാണ് തിന്നത്. മടവൂര് വെള്ളം കുടിച്ചപ്പോ ഗ്ലാസ്സിലാണ് കുടിച്ചത്. മടവൂര് നടന്നു പോയപ്പോ മടമ്പുകാല് ബാക്കിലായിരുന്നു. മടവൂര് വർത്താനം പറയുമ്പോ നാവ് ഇങ്ങനെ ചലിക്കും. ഇതൊക്കെയാണ് കറാമത്ത് കേട്ടോ. വലിയ കറാമത്താണ്. ഒരാള് ജോലിയിൽ നിന്ന് ഇറങ്ങി അടുത്ത ജോലി കിട്ടി, വലിയ കറാമത്ത് മടവൂര് പറഞ്ഞോട് കിട്ടിയാണ്. ഈ ലോകത്ത് വേറെ ആരും ഒരു ജോലി കയറിയിട്ട് പിന്നെ മാറിയിട്ടില്ല. എന്തായാലും വല്ലാത്ത കോമഡിയാണ്. ഈ കോമഡി മുഴുവനായിട്ട് കേൾക്കാം നമുക്ക്. അപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ സംഭവം ഉണ്ടാക്കിയ ആൾ പിന്നെ എന്ത് ചെയ്ത് സുഖമില്ലാതായി. അന്ന് അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നിട്ട് പിന്നെ അയച്ച് ഞാൻ കാപ്പാടുന്ന് 3 വർഷം ദർശനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിവിടെ ഇടവണ്ണപ്പാലിൻ്റെ അടുത്തായിട്ട് എല്ലാവരും തന്നെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഇ ടി ബഷീറിൻ്റെ ഒക്കെ നാട് തന്നെയെന്ന് പറയാം. അപ്പോൾ അവിടെ ദർശനം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്ന സമയത്താണ് ഇയാൾക്ക് സുഖമില്ലായ്മ വന്നത്. അയാൾ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് പല പ്രാവശ്യം പലരോടും ചെന്നോടും പറഞ്ഞ് അലവി മുസ്ലിയാരെ കിട്ടേണ്ടിയിരുന്നു, അലവി മുസ്ലിയാരെ കിട്ടേണ്ടിയിരുന്നു, പൊരുത്തപ്പെടിക്കാനുണ്ട് മക്കളോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്ര സീരിയസ് ആണെന്നുള്ള ഓരും മനസ്സിലാക്കിയിട്ടില്ല പല പ്രാവശ്യം. അപ്പം അയാളെ കുടുംബത്തിൽപ്പെട്ടവരോടും അയാളെ മക്കളോടൊക്കെ നിങ്ങൾക്ക് അലവി മുസ്ലിയാരെ കിട്ടേണ്ടി, ഇനി പൊരുത്തപ്പെടിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറയുന്നതിൽ മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി ഞാനവിടെ എല്ലാവരും മുദരിസാണ്. അപ്പോൾ ഇപ്പം അയാളൊരു പെങ്ങളെ മകനുണ്ട്. ഓപ്പം ഹജ്ജിന് പോയിട്ട് മക്കത്താള് കഴിഞ്ഞ ആഴ്ച പോയി, ഓനും ഭാര്യയും കൂടി. ഓനും വേറൊരാളും കൂടി കണ്ടിരുന്നു. ഞാൻ എല്ലാവരും ദിവസം നമുക്ക് രാത്രി വൈകുന്നേരമായിരുന്നു. അന്ന് ഇടവണ്ണപ്പാറമെന്ന് അങ്ങോട്ട് നടക്കണം, അരീക്കോട്ടേക്കുള്ള ബസ് റൂട്ടായിട്ടില്ല. അങ്ങനെ അവിടെ വന്ന് അങ്ങനെ മൂപ്പര് മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പം മയ്യത്തെടുക്കണമെങ്കിൽ എന്തായാലും എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തതിന് ശേഷം അല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞ് മക്കൾ. പിന്നെ തന്നെയല്ല മുപ്പര് അഞ്ചനുണ്ടതിന് കുഴട്ടിക്കാന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഓലൊക്കെ പറഞ്ഞു ഞാൻ എന്തായാലും പലപ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു വെള്ളിയാറെ കിട്ടണം, പൊരുത്തപ്പെടിക്കാണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചുരുക്കി പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സിൽ ഈ വിഷമമൊക്കെ പാടായി. അപ്പോൾ ഞാൻ ദിവസം വിട്ടിട്ട് ഇയാൾ ഇതിൻ്റെ അടിയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇയാൾ അതിൻ്റെ അടിയിൽ മരിച്ചുപോയി. എന്തോ കാരണത്താൽ ഇയാൾ മുസ്ലിം മരിച്ചു പോയിട്ട് പിന്നെ ഇയാൾ എന്ത് ചെയ്താണ് മടവൂര് വീണ്ടും ജനിപ്പിച്ചാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇയാൾക്ക് മാപ്പ് പറയാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാല് ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ മാപ്പ് പറയാനുള്ള വ്യക്തിയും ഇയാളും ജീവിച്ചിരുന്നിട്ട് രണ്ടാളും തോന്നല്ല, ഒന്ന് വന്ന് കണ്ടാ പോരെ. അപ്പൊ ഈ പറയുന്ന കളവാണെന്നുള്ളതിനെ വേറൊന്നും വേണ്ട. കാരണം ആ ജീവിച്ചിരിക്കുമ്പോ അയാൾക്ക് ഇയാളെത്തിക്കും വരാം, ഇയാൾക്ക് അയാളെത്തിക്കും പോവാം. രണ്ടും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് വലിയ കാര്യമായിട്ട് പറയണേ അലൂസിലാരെ കിട്ടേണ്ടിനും എന്താ കബറിന്റെ ഉള്ളിലേനും ഇങ്ങോട്ട് പോരാൻ വരിക. നാട്ടിൽ അവിടെ നിന്ന് നടന്നു പോരണം 2-3 കിലോമീറ്ററോളം. ഞാൻ ഓലയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നു. അവിടെ ഈ വന്ന 2 ആളുകളെയും കൂട്ടിയിട്ട് ഞാൻ രാത്രി ദിവസം വിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് പുരയിൽ വന്ന് പിറ്റേന്ന് നേരം വെളുത്തതിന് ശേഷം ഇവിടുന്ന് ഓമാനൂർക്ക് നടക്കണം 3 കിലോമീറ്റർ. അവിടെ ചെന്ന് ബസ് കയറി ചെന്ന് ചുരുക്കി പറയാം അവിടെ എത്തിയപ്പോൾ തന്നെ 10-11 മണിയാണ്. അപ്പോൾ തന്നെ 24 മണിക്കൂറും കഴിഞ്ഞാണ് സമയം. മരിച്ചിട്ട് ആളുകളാണെങ്കിൽ ഇങ്ങോട്ട് തടിച്ചു കൂടിയിട്ട് ഹിന്ദു മുസ്ലിം ആണ് പെണ്ണടക്കം. അതെന്ത് ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് എന്താണെന്ന് വരാൻ പറ്റൂലേ? കുറെ അച്ഛന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓരൊക്കെ എന്ത് ഓർക്കൊന്നും വരാൻ പറ്റില്ല. ഹിന്ദു മുസ്ലിം മാത്രമുള്ളതിനും കേട്ടല്ലോ ഇത്രയും കറാമത്തുള്ള ഒരു മനുഷ്യൻ എന്തിന് മഴ വർഷിപ്പിച്ചു വരെ കൊടുത്തിട്ടുണ്ട്, മഴ പെയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ അപൂർവങ്ങളായ അത്ഭുതകരമായ സംഭവങ്ങൾ സംഭവിപ്പിച്ച് മടവൂര് എന്ന് പറയുന്ന മടവൂർ വലിയനെ ഷെയ്ഖുനാ CM മടവൂരിനെ എന്തുകൊണ്ട് സിറാജുദ്ദീനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് സിറാജുദ്ദീനെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുന്ന വിശ്വാസം ശരിയായിരിക്കാം. പക്ഷെ ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുകയും ഈ വർത്തമാനകാലത്ത് സംഭവിക്കാതിരിക്കുകയും ഭൂതകാലത്ത് സംഭവിച്ചു പോയി എന്ന് നിങ്ങൾ കളവ് പറയുകയും ചെയ്തിട്ട് അത് ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുമ്പോൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങളും വരും എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് കേട്ടു വിശ്വസിച്ച് ആചരിച്ചു കൊണ്ടിരിക്കുന്ന അണികൾക്കും ആ ഒരു ഉത്തമ ബോധം ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.